എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരോടും വരച്ചു പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തതായിട്ട് കോൺവെക്സ് മിറർ. അപ്പോൾ കോൺവെക്സ് മിററിന്റെ ചിത്രം വളരെ എളുപ്പമാണ് സത്യത്തിൽ. കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം, ഇമേജ് ഫോർമേഷൻ വളരെ എളുപ്പമാണ്. കാരണം എവിടെ വെച്ചാലും, കോൺവെക്സ് മിററിന്റെ എവിടെ വെച്ചാലും ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദ ഇമേജ്, അത് എങ്ങനെയാണ് സെയിം ആണ്. അപ്പോൾ നമുക്ക് കോൺവെക്സ് മിറർ അതിനകത്ത് തന്നെ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. അപ്പോൾ കോൺവെക്സ് മിറർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് എവിടെ ഷെയ്ഡ് ചെയ്യണം? ഉള്ളിൽ ഷെയ്ഡ് ചെയ്യണം. ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസ് CF. അപ്പോൾ പൊസിഷൻ എവിടെയാ പറയാ? ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ബിയോണ്ട് C, at C അതൊന്നും പറയാൻ പറ്റില്ല. കാരണം സിയും എഫ് ഒക്കെ മറുവശത്താ. പ്രതിബിംബം ഉണ്ടാവണം, ഇമേജ് ഫോം ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ വസ്തു വയ്ക്കേണ്ടത് ഇപ്പുറത്താണ്. കാരണം ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, മിററിന്റെ മുമ്പിൽ എവിടെ വെച്ചാലും. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മള് ഒരു ലൈറ്റ് റേ നമുക്ക് അറിയുന്ന രീതിയിൽ വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചു. അത് ഏതി കൂടെ പോവും? പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് വരുന്ന രീതിയിൽ. അതായത് അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഡാർക്ക് ആയിട്ട് വരയ്ക്കുക, ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും വരുന്നതായിട്ട് തോന്നും. അപ്പൊ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും. ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നതായിട്ട്. അപ്പോൾ ഇവിടെ ആരോ മാർക്ക് ഇങ്ങനെ ഇട്ടു. ഇനി അടുത്തത് എങ്ങനെ? സിയുടെ ഡയറക്ഷനിൽ. അപ്പോൾ സി ഇവിടെയാണ്. അപ്പൊ സിയുടെ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം. സിയുടെ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ തന്നെ പോകും? അതേ ഡയറക്ഷനിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിക്കും. അപ്പോ സത്യത്തിൽ ഈ രണ്ട് ലൈറ്റ് റേസും ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. രണ്ട് ലൈറ്റ് റേസും ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അതിനാൽ തന്നെ ഇമേജ്, ഈ ഭാഗത്ത് ഇമേജ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇതിനെ ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ലൈറ്റ് റേസും ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നതായിട്ട് തോന്നും? ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഇമേജ് ഫോം ചെയ്യും. എങ്ങനത്തെ ഇമേജ്? ഇവിടെ സത്യത്തിൽ ലൈറ്റ് റേസ് വരുന്നില്ല. അതിനാൽ ഇമേജ് എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും. പിന്നെ വെർച്വൽ, ഇറക്റ്റ്, നിവർന്നതാണ്, മിഥ്യയാണ്, ഡിമിനിഷ്ഡ്, വസ്തുവിനേക്കാൾ ചെറുതാണ്. അതാണ് പ്രോപ്പർട്ടി. അപ്പൊ ടെക്സ്റ്റില് പേജ് 200 പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അതിനാൽ അത് സുഖമാണ് വരയ്ക്കാൻ. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തതായിട്ട് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ വെർച്വൽ ഇമേജ് മെയ്ഡ് ബൈ എ കോൺകേവ് മിറർ ഈസ് ഓൾവേസ് എൻലാർജ്ഡ്. കോൺകേവ് മിറർ, ഒരു കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വലുതായിരിക്കും. ഇനിയോ ദ വെർച്വൽ ഇമേജ് മെയ്ഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ഡിമിനിഷ്ഡ്. ഈ കേസ് കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും, വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അടുത്ത മിററുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ, ഒരു നമ്പർ ആണ് വിച്ച് ഡിനോട്ട്സ്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പൊ അതൊരു നമ്പർ ആണെന്നതിന് യൂണിറ്റ് ഒന്നുമില്ല. അത് സൂചിപ്പിക്കുന്നത് വസ്തുവിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ ഉയരം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് സത്യത്തിൽ എന്ത്? മാഗ്നിഫിക്കേഷൻ. അപ്പൊ രണ്ട് തരത്തിൽ അങ്ങനെ ഡെഫിനിഷൻ പറയാറുണ്ട്. ടെക്സ്റ്റിൽ കൊടുക്കുന്ന ഡെഫിനിഷൻ വേറൊന്നാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു IM ബൈ OB. IM എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഹൈറ്റ്, OB എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ? നമുക്ക് ഇതിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ഡെഫിനിഷനിലേക്ക് അപ്പോ മലയാളം മീഡിയം ഇതെന്താ? ഈ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം എന്ന് പറഞ്ഞാൽ. ആവർത്തനം 2 ആണ് എന്ന് പറഞ്ഞ അർത്ഥം. മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ഈസ് ഈക്വൽ ടു IM ബൈ OB ഓർ IM ഈസ് ഈക്വൽ ടു, ഇതിനെ കൊണ്ടുവന്നു 2 into OB. IM is equal to 2 into
OB എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമേജിന്റെ ഹൈറ്റ്, പ്രതിബിംബത്തിന്റെ ഉയരം വസ്തുവിന്റെ ഉയരത്തിന്റെ 2 ടൈംസ്, 2 മടങ്ങാണ് എന്നാണ് അർത്ഥം. ഇനി മാഗ്നിഫിക്കേഷൻ ഹാഫ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിബിംബത്തിന്റെ ഉയരം ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ വസ്തുവിന്റെ ഹൈറ്റിന്റെ പകുതിയേ ഉള്ളൂ എന്നാണ് അർത്ഥം. അതാണ്. അപ്പൊ HI/HO അങ്ങനെയും സൂചിപ്പിക്കും. IM/OB എന്നതിന് പകരം HI/HO. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ്, HO എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്. അങ്ങനെയാണ് ടെക്സ്റ്റിൽ കൊടുത്തേക്കണേ. അപ്പൊ അവിടെ കാര്യം ഓർക്കേണ്ടത്, ഈ ഹൈറ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് എടുക്കുന്ന അളവുകൾ പോസിറ്റീവും താഴേക്ക് എടുക്കുന്ന അളവുകൾ നെഗറ്റീവും. അപ്പൊ തല കീഴായ പ്രതിബിംബങ്ങളുടെ അളവുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. അപ്പോൾ അവിടെ ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇനി അല്ലാതെ അതിലൊരെണ്ണം ചോദിച്ചിട്ടുണ്ട്, ഒബ്സർവ് ദ ഫിഗർ 18.22 ആൻഡ് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. കാൽക്കുലേറ്റ് ദ ഹൈറ്റ്, കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഫിഗറിൽ 14.22 ആവും, 18.22 ആവില്ല, 14.22 ആൻഡ് കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഫിഗറിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, പ്രതിബിംബത്തിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ M ഈസ് ഈക്വൽ ടു HI/HO അല്ലെങ്കിൽ IM/OB. അപ്പൊ HI/HO. അപ്പൊ പ്രതിബിംബത്തിന്റെ ഉയരം അവിടെ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എത്രയാ? 10 ആണ്. 10/M ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 5. 10/5. 10/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2. അപ്പൊ 2 ആണ് ആവർത്തനം. മാഗ്നിഫിക്കേഷൻ 2 ആണ്. ഇനി കാൽക്കുലേറ്റ് ദ ഒബ്ജക്ട്, അതിലെ ബി എന്നുള്ള പാർട്ടാണ്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് വെൻ ഇറ്റ് ഗീവ്സ് ആൻ ഇമേജ് ഓഫ് ഹൈറ്റ് 4 സെന്റിമീറ്റർ when it is placed at the same place in front of the mirror. Calculate the height of an object when it gives an image of height 4 centimeter when it is placed at the same place in front of the mirror. എന്താ ശ്രദ്ധിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്ട്, ഒബ്ജക്റ്റിന്റെ ഉയരം കാണാൻ പറഞ്ഞേക്കാണ്. when it gives an image of height 4 centimeter, 4 സെന്റിമീറ്റർ ഉയരമുള്ള പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ വസ്തുവിന്റെ ഉയരം എത്ര? പക്ഷെ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, when it is placed at the same place in front of the mirror. പ്രതിബിംബം ഉണ്ടാകുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് എന്തുണ്ടാകുന്നത്? വസ്തുവും ഉണ്ടാകുന്നത്. അപ്പോ സീലായിരിക്കും വസ്തു. സീല് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ടിന്റെയും ഉയരം തുല്യമായിരിക്കും. അപ്പോൾ വസ്തുവിന്റെ ഉയരവും പ്രതിബിംബത്തിന്റെ ഉയരവും ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്തത് അതിൽ യൂസസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും ഉപയോഗങ്ങൾ. അപ്പോൾ ഷേവിംഗ് മിററായിട്ട് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഒരു പക്ഷെ പ്ലെയിൻ മിററായിട്ട് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷെ സയന്റിഫിക്കലി നമ്മൾ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് ഏതാണ്? കോൺകേവ് മിററാണ്. പിന്നെ മേക്കപ്പ് മിറർ, ഹെഡ് മിറർ യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ്, ഡെന്റിസ്റ്റുകളും ഒക്കെ തലയുടെ മുകളിൽ വെച്ച് നമുക്ക് ലൈറ്റ് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഫിലിം പ്രൊജക്ടറുകളിൽ, സിനിമാ തിയേറ്ററിൽ. സ്ട്രീറ്റ് യൂസ്ഡ് ആസ് റിഫ്ലക്ടേഴ്സ് ഇൻ സ്ട്രീറ്റ് ലാംപ്സ്. കോൺവെക്സ് മിറർ ഇന്നത് കാണാനുള്ള സാഹചര്യം വളരെ കുറവാണ്. സ്ട്രീറ്റ് ലാമ്പുകളിൽ പഴയ ബൾബൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് സ്ട്രീറ്റ് ലാമ്പിലെ റിഫ്ലക്ടറൊക്കെ ആയിട്ട് കോൺവെക്സ് മിറേഴ്സ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് അതിനുള്ള സാഹചര്യം വളരെ കുറവാണെങ്കിലും നമുക്കത് പഠിക്കണം. പിന്നെ റയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ എന്താ? പിൻഭാഗ ദൃശ്യങ്ങൾ കാണാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിൻഭാഗ ദൃശ്യങ്ങൾ കാണാൻ ആ കോൺവെക്സ് മിററിന്റെ ഷേപ്പ് ഇങ്ങനെയായി. കാരണം നിങ്ങൾ വലിയ ഷാർപ്പായിട്ടുള്ള ടേണിങ്സ്, അതായത് തിരിവുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊക്കെ റോഡിന്റെ സൈഡിൽ കോൺവെക്സ് മിറർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കോൺവെക്സ് മിററിന്റെ പ്രതലം കെർവ്ഡ് ആയ കാരണം, ഇങ്ങനെ പുറത്തേക്ക് വളഞ്ഞ് തള്ളി നിൽക്കുന്നതായ കാരണം അതിന്റെ അതിന്റെ ഫീൽഡ് ഓഫ് വിഷൻ, വീക്ഷണ വിസ്തൃതി വളരെ കൂടുതലായിരിക്കും. ആകൃതി ഇങ്ങനെയായ കാരണം ആ ഭാഗത്തുള്ള വസ്തുക്കളെ പോലും നമുക്ക് കാണാൻ പറ്റും. അതുവഴി ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ മറിച്ച് ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഇത്രയും ഏരിയയിലത്തെ കാണാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ മാറ്റം. അപ്പൊ അത് പ്രത്യേകം ഓർക്കണം. ബിഗ് കോൺവെക്സ് മിറേഴ്സ് വ്യൂവിംഗ് വെഹിക്കിൾസ് കമ്മിങ് ബിയോണ്ട് കർവ്സ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ, അതും ഓർക്കണം. ഇനി നമുക്ക് ലെറ്റസ് അസസിലേക്ക് പോവാം. ലെറ്റസ് അസസ്, അതിൽ ആദ്യത്തെ ചോദ്യം അവിടെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും കോൺകേവ് മിററും കോൺവെക്സ് മിററും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്താനാണ്. അതിൽ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത് ടു വ്യൂ ദ ഫേസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെ പ്ലെയിൻ മിറർ
ഉപയോഗിക്കാം, പ്ലെയിൻ മിറർ മതി, അത് കണക്കാക്കിയാൽ മതി. മുഖം കാണാൻ മുഖക്കണ്ണാടിയായിട്ട് ഉപയോഗിക്കുക, സാധാരണ പ്ലെയിൻ മിറർ. ഷേവിംഗ് മിറർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മേക്കപ്പ് മിറർ ഒക്കെ ആയിട്ടാണ് കോൺകേവ് മിറർ ഉപയോഗിക്കുക. അപ്പോൾ മേക്കപ്പ് മിറർ, ഷേവിംഗ് മിറർ, സോളാർ കോൺസെൻട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന് ഒരു നിശ്ചിത ബിന്ദുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കൺവേർജ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, സോളാർ കോൺസെൻട്രേറ്റേഴ്സ്. അതുമാതിരി പെരിസ്കോപ്പിലും പ്ലെയിൻ മിറർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ റെയർ വ്യൂ മിറേഴ്സ് ആയിട്ട് പിൻഭാഗ ദൃശ്യങ്ങൾ കാണാനായിട്ടാണ്. ഇനി കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമുക്കറിയാം ഫോക്കൽ ലെങ്ത്തിന്റെ, ഫോക്കസ് ദൂരത്തിന്റെ 2 times 2f ആണ് എന്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം r. അപ്പോൾ എത്രയായിട്ട് വരും, 24 സെന്റിമീറ്റർ ആയിട്ട് വരും. ഇനി ray of light is made to fall in the pole of a concave mirror making an angle of 30 degree with the principal axis. മുഖ്യാക്ഷവുമായി 30 ഡിഗ്രിയിൽ ഒരു പ്രകാശകിരണം വന്ന് പതിക്കുകയാണ്. മുഖ്യാക്ഷവുമായി 30 ഡിഗ്രിയിൽ പ്രകാശകിരണം വന്ന് പതിച്ചാൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? നമുക്കറിയാം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. പ്രതിഫലന കോൺ 30 ഡിഗ്രി ആയിരിക്കും. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതാണ് ഡ്രോ ദ റേ ഡയഗ്രം. അത് റേ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക. ഇൻസിഡന്റ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തുക. റിഫ്ലക്റ്റഡ് റേ വരയ്ക്കുക, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ angle of reflection 30 degree. ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി. അതാണ് ചിത്രം. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഓൾവേസ് ഗീവ് ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്? ഈ നിവർന്നതും ചെറുതുമായ പ്രതിബിംബം എപ്പോഴും തരിക ഏതാ, കോൺവെക്സ് മിറർ ആണ്, കോൺവെക്സ് ദർപ്പണം ആണ്. ഇനി a ray of light incident on a spherical mirror gets reflected along the same path. If so, show the light incident on the mirror. അതേ പാത്തിൽ കൂടെ തന്നെ റിഫ്ലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതേ പാത്തിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, സിയിലൂടെ വേണം. CF നമുക്കറിയാം, സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രത്തിൽ കൂടെ ലൈറ്റ് റേ വന്നു കഴിഞ്ഞാലാണ് അതേ പാത്തിൽ കൂടെ റിഫ്ലക്ട് ചെയ്യുക, കോൺകേവ് ആയാലും കോൺവെക്സ് മിറർ ആയാലും. ഇനി OA is a ray of light incident on a concave mirror. Draw the path of the reflected ray. OA. Okay. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. തന്നിരിക്കുന്ന മിറർ ദർപ്പണം കോൺകേവ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ ലൈറ്റ് റേ ഇത് C, ഇത് F. ലൈറ്റ് റേ വന്ന് പതിച്ചുകൊണ്ട് ഇത്തരത്തിലാണ്. ഇവിടെ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു പ്രകാശകിരണം വന്ന് ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ റിഫ്ലക്ട് ചെയ്യാൻ നമുക്കറിയില്ല. നേരെ കുറച്ച് പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയാം, F-ലൂടെ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയാം, C-യിലൂടെ ആണെങ്കിൽ എങ്ങനെയാണെന്നറിയാം, അങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ തന്നെ ഉപയോഗിക്കണം. അതായത് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മെഷർ ചെയ്യണം, ഇവിടുത്തെ പതനകോൺ മെഷർ ചെയ്യണം. പതനകോൺ അളക്കണം എന്നുണ്ടെങ്കിൽ ആ പതന ബിന്ദുവില് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമുക്കൊരു നോർമൽ അല്ലെങ്കിൽ ലംബം വരയ്ക്കണം. ആ ലംബം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി,
ഈ സിയിൽ നിന്നും ഒരു സ്ട്രെയിറ്റ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഈ ചാപ്റ്റർ ഫസ്റ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടോ, ഈ സിയിൽ നിന്നും ഒരു നേർരേഖ വരച്ചാൽ അത് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ, ഈ ഒരു രേഖ എന്തായിരിക്കും, ഈ പോയിന്റിന് നോർമൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു രേഖ വരച്ചിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യണം, ഇവിടെ നമുക്ക് ഐ കിട്ടും. എന്നിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ അതിനെ എന്ത് ചെയ്യിക്കണം, റിഫ്ലക്ട് ചെയ്യിക്കണം. അതിന് ഈക്വൽ ആയിട്ട് നമ്മൾ അതിനെ റിഫ്ലക്ട് ചെയ്യിക്കണം. അപ്പൊ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ എന്ത് എഴുതുക, ആർ, അവിടെ സൈഡിൽ എന്ത് എഴുതുക, ഐ ഈസ് ഈക്വൽ ടു ആർ. ഐ ഈസ് ഈക്വൽ ടു ആർ. നിങ്ങൾക്ക് വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ട് കൃത്യമായിട്ട് വരയ്ക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ രീതി. ഇനി on what basis, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, the loss of reflection angle of incidence is equal to angle of reflection. ഇനി അടുത്ത കേസിൽ മിററുകൾ കണ്ടെത്താനാണ് റിയൽ ആൻഡ് മാഗ്നിഫൈഡ്, യഥാർത്ഥവും വലുതുമായ പ്രതിബിംബം ഉണ്ടാക്കുക കോൺകേവ് മിറർ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയിലാണ് ആയിരിക്കുമ്പോഴാണ്. വെർച്വൽ ആൻഡ് മാഗ്നിഫൈഡ്, കോൺകേവ് മിറർ ആണ് ബിറ്റ്വീൻ പോൾ ആൻഡ് എഫ് അല്ലെങ്കിൽ മിറർ ആൻഡ് എഫ്. അടുത്ത് വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ്, കോൺവെക്സ് മിറർ ആണ് എപ്പോഴും. പിന്നെ റിയൽ ആൻഡ് ഡിമിനിഷ്ഡ്, അതേതാ, കോൺകേവ് മിറർ ആണ്. ഇനി അടുത്തത് ദ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് kept 12 centimeter away from a concave mirror is 1 centimeter. Height of an object, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് തന്നേക്കുന്നത്, HO. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. HO is equal to 1 centimeter. The height of an object kept 12 centimeter away from a concave mirror is 12. Height of an object kept 12 centimeter away from a concave mirror is 1 centimeter. Calculate the magnification of an image of height 2.5 centimeter in front of the mirror. HI തന്നിട്ടുണ്ട്, പ്രതിബിംബത്തിന്റെ ഉയരം തന്നിട്ടുണ്ട് 2.5 സെന്റിമീറ്റർ. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് മിററിന്റെ മുമ്പിലാണ് ഉണ്ടാകുന്നത്. കോൺകേവ് മിററിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന കാരണം അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, അത് റിയൽ ആയിരിക്കും. അപ്പോൾ തല കീഴായതായിരിക്കും. അപ്പൊ താഴേക്ക് എടുക്കണം അളവ്, അതിനാൽ ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എം ഈസ് ഈക്വൽ ടു എന്താ, HI/HO ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2.5/1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2.5. ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് അതെന്താ, തല കീഴായതാണ് എന്നാണ്, ഇൻവേർട്ടഡ് ആണെന്നാണ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഓൾവേസ് ഗീവ് എ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. വെർച്വൽ, മിഥ്യയും നിവർന്നതുമായ പ്രതിബിംബം എപ്പോഴും തരിക കോൺവെക്സ് ആണ്, കോൺവെക്സ് ദർപ്പണം ആണ്. ഈസ് ദ ഇമേജ് മാഗ്നിഫൈഡ് ഓർ ഡിമിനിഷ്ഡ്. ഡിമിനിഷ്ഡ് ആണ്, നമ്മൾ ഇന്ന് വരച്ച ചിത്രത്തിൽ കണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംശയങ്ങൾ വരരുത്, ഇത് പഠിക്കണം, പ്രോബ്ലംസും ചെയ്യണം. ഓക്കെ.